വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിയിൽ എം.ആർ. അജിത് കുമാർ നിയമവിരുദ്ധമായി ഇടപെട്ടതായി ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ അജിത് കുമാർ ഇടപെട്ടുവെന്നാണ് കണ്ടെത്തൽ. ഇരകൾക്ക് നീതി നിഷേധിക്കാൻ അജിത് കുമാറിന്റെ ഇടപെടൽ കാരണമായി. അതേസമയം കേസ് അട്ടിമറിച്ചതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. കെ.പി. തോംസൺ, അരുൺ, കെ.എസ്. സുനിൽ രാജ് എന്നിവർക്കെതിരെയാണ് ആഭ്യന്തരമന്ത്രി നടപടിക്ക് ശുപാർശ ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി റോഷിബാലാണ് ചേരുന്നത്. റോഷിബാൽ, 3 ഡിവൈഎസ്പിമാർക്കെതിരെയാണ് നടപടിക്കായുള്ള ശുപാർശയുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പേരും പ്രത്യേകിച്ച് എം.ആർ. അജിത് കുമാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 ഡിവൈഎസ്പിമാരും ചെയ്തിരിക്കുന്നത്. അവർക്കെതിരെയുള്ള നടപടി എന്തായിരിക്കും റോഷിബാൽ? റോഷി, ഈ 3 ഡിവൈഎസ്പിമാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. എം.ആർ. അജിത് കുമാറിന്റെ സമ്മർദ്ദം അവർ അതിജീവിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം മറന്നു, ഔദ്യോഗികമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവർ മറന്നു എന്ന കാര്യങ്ങളാണ്. ഔദ്യോഗിക ചുമതലകൾ അവർ പൂർണ്ണമായും അവഗണിച്ചു. ആ കാരണത്താലാണ് ഈ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP റവള ചന്ദ്രശേഖറാണ് ഈ 3 ഡിവൈഎസ്പിമാർ. അതിൽ ഡിവൈഎസ്പിമാരായ കെ.പി. തോംസൺ, അരുൺ, കെ.എസ്. സുനിൽ രാജ് എന്നിവർക്കെതിരെയാണ് നടപടി ശുപാർശ. അത് DGP ആണ് നടപടി എടുക്കുക. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, ഇതിൽ എം.ആർ. അജിത് കുമാർ ഈ കേസ് അട്ടിമറിക്കാൻ നിയമവിരുദ്ധമായി ഇടപെട്ടു എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കണ്ടെത്തിയിരിക്കുന്നു. അത് റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് ആ വിലയിരുത്തലിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയത്. പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ എം.ആർ. അജിത് കുമാർ നിരന്തരം ഇടപെട്ടു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലൂടെ ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുന്നത്. ഇരകൾക്ക് നീതി നിഷേധിക്കാൻ അജിത് കുമാറിന്റെ നിരന്തരമുള്ള ഇടപെടൽ കാരണമായി എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. ഇതൊക്കെയാണ് എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടിയെടുക്കാൻ കാരണമായത്. എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വഴിവിട്ട സ്വാധീനം ചെലുത്തി അത് പലവട്ടം എം.ആർ. അജിത് കുമാർ. മാത്രവുമല്ല, തന്റെ ഓഫീസിലെ 2 ഗ്രേഡ് എസ്.ഐമാർ കൂടി ഈ സമ്മർദ്ദം ചെലുത്താൻ ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ കൂടി ഉണ്ട് ഈ റിപ്പോർട്ടിൽ. ഇതൊക്കെ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ പ്രധാന കാരണമായി. ഉദ്യോഗസ്ഥരിൽ കടുത്ത സമ്മർദ്ദവും ഇടപെടലും എം.ആർ. അജിത് കുമാർ നടത്തി. അന്വേഷണ പുരോഗതിയിൽ എം.ആർ. അജിത് കുമാർ അതൃപ്തി രേഖപ്പെടുത്തി. ഗൺമാൻമാർക്ക് അക്രമത്തിൽ പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോൾ എം.ആർ. അജിത് കുമാർ ആ കണ്ടെത്തലിനെ ചോദ്യം ചെയ്തു. കേസ് റഫർ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ നിർദ്ദേശിച്ചതായി ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു. അതും ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തലാണ്. എം.ആർ. അജിത് കുമാറിന്റെ ഓഫീസിലെ 2 എസ്.ഐമാർ, ഇതിനൊപ്പം എം.ആർ. അജിത് കുമാറിനൊപ്പം 2 ഗ്രേഡ് എസ്.ഐമാർ കൂടി അന്വേഷണ സംഘത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ഈ അന്വേഷണ സംഘത്തെ നയിച്ച 3 ഡിവൈഎസ്പിമാർക്ക് സാധിച്ചില്ല എന്നതും സുപ്രധാനമാണ്. ഏതായാലും എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എം.ആർ. അജിത് കുമാർ കേസ് അട്ടിമറിക്കാൻ നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നതാ. പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ അജിത് കുമാർ ഇടപെട്ടതിനൊപ്പം ഇരകൾക്ക് നീതി നിഷേധിക്കാൻ അതൊരു കാരണമാവുകയും ചെയ്തു. എം.ആർ. അജിത് കുമാറിന്റെ തൃപ്തികരമല്ല. ഉദ്യോഗസ്ഥരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി എല്ലാം നിയമവിരുദ്ധമായി ഇടപെടൽ എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനിലേക്ക് പോകുന്നത്. യെസ്, എം.ആർ. അജിത് കുമാറിനെതിരായ വകുപ്പ് തല നടപടിക്ക് ഏതൊക്കെ ഘടകങ്ങൾ കാരണമായി എന്നുള്ളതാണ് റോഷിബാൽ വിശദീകരിച്ചത്.